വിശാലിനിയുടെ ഇന്നത്തെ എപ്പിസോഡ് തുടങ്ങുമ്പോൾ ശാലിനിയുടെ കല്യാണവേദി തന്നെയാണ് കാണിക്കുന്നത്. ശാലിനി എല്ലാവരോടുമായി പറയുകയാണ്, ആരും പിരിഞ്ഞു പോകരുത്, എൻ്റെ കല്യാണം ഉടനെ തന്നെ നടക്കും, നിശ്ചയിച്ച മുഹൂർത്തത്തിൽ തന്നെ. അന്നേരം പിന്നിൽ നിന്നും ശാരദാമ്മ ചോദിക്കുകയാണ്, ശാലിനി നീ എന്ത് വിവരക്കേടാണ് ഈ പറയുന്നത്? അന്നേരം ശാലിനി ബാലചന്ദ്രൻ തട്ടത്തിലേക്ക് ഉപേക്ഷിച്ചു പോയ താലിമാല എടുത്ത് മുന്നോട്ടിറങ്ങുകയാണ്. വീണ്ടും ശാരദാമ്മ ചോദിക്കുകയാണ്, ശാലിനി നീ എങ്ങോട്ടാണ് പോകുന്നത്? അമ്മയൊന്ന് മാറി നിന്നേ എന്നും പറഞ്ഞ് ശ്രീകോവിലിനടുത്തേക്ക് പോവുകയാണ് ശാലിനി. അതേസമയം കൂട്ടുകാരുമായി തൊഴുത് തിരികെ ഇറങ്ങുകയാണ് വിഷ്ണു. ശാലിനിയെ കണ്ട് നിൽക്കുകയാണ് ഒരു നിമിഷം വിഷ്ണു. വിഷ്ണുവിൻ്റെ അടുത്തേക്ക് ചെല്ലുന്നു ശാലിനി. വിഷ്ണുവിൻ്റെ അടുത്തേക്ക് ചെന്ന് ശാലിനി ചോദിക്കുകയാണ്, സന്തോഷമായോ നിങ്ങൾക്ക്? ഒന്നും അറിയാതെ വിഷ്ണു ചോദിക്കുകയാണ്, എന്താ ശാലിനി? അന്നേരം കരഞ്ഞ് ശാലിനി പറയുകയാണ്, എൻ്റെ കല്യാണം മുടങ്ങി, നിങ്ങൾ കാരണം. അന്നേരം എല്ലാവരെയും ശ്രദ്ധിച്ച് വിഷ്ണു പറയുകയാണ്, ശാലിനി ഇയാളുടെ കല്യാണം മുടക്കാനായിട്ട് ഞാനൊന്നും ചെയ്തിട്ടില്ല. ദേഷ്യപ്പെട്ട് ശാലിനി ചോദിക്കുകയാണ്, ചെയ്ത കാര്യം എന്തെങ്കിലും നിങ്ങൾ ഇന്നേ വരെ സമ്മതിച്ചിട്ടുണ്ടോ? ബാലചന്ദ്രനെ തല്ലിയതും എന്നെ കല്യാണം കഴിച്ചാൽ കൊന്നുകളയുമെന്ന് ഭീഷണിപ്പെടുത്തിയതും ഇയാളുടെ ആൾക്കാരല്ലേ എന്ന് ചോദിക്കുകയാണ് ശാലിനി. അന്നേരം വിഷ്ണു ദാസനെയും കമലിനെയും നോക്കുകയാണ്. പക്ഷെ രണ്ടുപേരും ഒന്നും മിണ്ടാതെ തന്നെ നിൽക്കുകയാണ്. വീണ്ടും ശാലിനി ചോദിക്കുകയാണ്, എന്ത് തെറ്റാണ് ആ ബാലചന്ദ്രൻ ചെയ്തത്? പറഞ്ഞു താ എനിക്ക്. ഈ കല്യാണം ഒരു തെറ്റാണെങ്കിൽ അതേ കുറ്റം ചെയ്ത ആള് തന്നെയാണ് ഈ ഞാനും. എൻ്റെ സമ്മതത്തോടു കൂടിയാണ് ബാലചന്ദ്രൻ വിവാഹത്തിന് ഒരുങ്ങി വന്നത്. തനിക്ക് തല്ലുകയും കൊല്ലുകയും ഒക്കെ ചെയ്യണമെങ്കിൽ അത് എന്നെയും ആകാം. അടിച്ച് കൊല്ലെന്നെന്നും പറഞ്ഞ് വിഷ്ണുവിൻ്റെ കൈ പിടിച്ച് തൻ്റെ പുറത്തേക്ക് അടിക്കാൻ ശ്രമിക്കുകയാണ് ശാലിനി. അന്നേരം ആകെ ദേഷ്യം വന്ന് ശാലിനി എന്നും പറഞ്ഞ് ശാലിനിയുടെ കൈ തട്ടിമാറ്റി എറിയുകയാണ് വിഷ്ണു. വീണ്ടും ശാലിനി പറയുകയാണ്, അങ്ങനെ എന്നെ വിളിക്കണ്ട, കൊല്ലാനും മടിക്കാത്ത ആളാണ് നിങ്ങൾക്ക് പ്രധാനം നിങ്ങളുടെ ആഗ്രഹങ്ങൾ മാത്രമാണ്. നിങ്ങളുടെ പ്രണയം, നിങ്ങളുടെ ജീവിതം, നിങ്ങളുടെ ആഗ്രഹം, നിങ്ങളുടെ സ്വാർത്ഥത, അതൊക്കെ പൂർത്തീകരിക്കാനും സാധൂകരിക്കാനും ആരെയും കൊല്ലും നിങ്ങൾ എന്നൊക്കെ വിഷ്ണുവിന് നേരെ കൈ ചൂണ്ടി വളരെ സങ്കടത്തോടുകൂടി പറയുകയാണ് ശാലിനി. ദുഷ്ടൻ എന്നൊക്കെ പറയുമ്പോഴും ഒരക്ഷരം തന്നെ മിണ്ടാതെ നിൽക്കുകയാണ് വിഷ്ണു. എൻ്റെ IAS സ്വപ്നം പോലും ഉപേക്ഷിച്ച് ഞാനിപ്പോൾ ഈ വിവാഹത്തിന് തയ്യാറായത് എൻ്റെ ശാരിക ചേച്ചിക്ക് വേണ്ടി മാത്രമാണ്. നിങ്ങൾ തന്നെ മുടക്കിയ ശാരിക ചേച്ചിയുടെ ആ വിവാഹം രാജീവ് സാറുമായിട്ട് നടക്കാൻ വേണ്ടി മാത്രം. കല്യാണ മണ്ഡപത്തിൽ നിന്നും ആ ബാലചന്ദ്രൻ നിങ്ങളെ പേടിച്ച് ഇറങ്ങി ഓടി. ഇനി ആരും വരില്ല എന്നെ വിവാഹം കഴിക്കാൻ. വന്നാൽ തന്നെ നിങ്ങൾ അതിന് സമ്മതിക്കില്ല എന്നും എനിക്കറിയാം. അതുകൊണ്ട് നിങ്ങൾ തന്നെ പറയേ, ഇനി എന്താ ഞാൻ ചെയ്യേണ്ടത്? ഞങ്ങൾ ഒരുപാട് പേരുടെ ജീവിതം തകർത്ത് തരിപ്പണമാക്കിയ നിങ്ങൾ തന്നെ അതിനുള്ള പോംവഴിയും പറയണം. ശാലിനി ഞാനൊന്നും ചെയ്തിട്ടില്ല എന്ന് വിഷ്ണു പറയുമ്പോഴേക്കും വീണ്ടും ഉച്ചത്തിൽ അലറുകയാണ് ശാലിനി. പറയാൻ ഞാൻ എന്താ ഇനി ചെയ്യേണ്ടതെന്ന് വീണ്ടും വിഷ്ണുവിനോട് ചോദിക്കുകയാണ് ശാലിനി. അതേസമയം അമ്പലത്തിന് വെളിയിൽ ബാലചന്ദ്രനോട് ഗോപാലകൃഷ്ണൻ ചോദിക്കുകയാണ്, എടാ വിഷ്ണു നിന്നെ ഒന്നും ചെയ്യില്ല എന്ന് ഞാൻ മുൻപേ നിനക്ക് ഉറപ്പ് തന്നതല്ലേ, പിന്നെ എന്തിനാ നീ അമ്പലത്തിൽ നിന്നും ഇറങ്ങി ഓടിയത്? ആകെ പേടിച്ച് ബാലചന്ദ്രൻ പറയുകയാണ്, ആ വിഷ്ണുവിൻ്റെ കൂടെ എപ്പോഴും 2-3 പേര് കാണും, ലോക്കൽ ഗുണ്ടകള്. അവരാണ് നേരത്തെ എന്നെ ആ പരുവത്തിലാക്കിയത്. ഇതൊക്കെ കേട്ട് തലയ്ക്ക് കൈവയ്ക്കുകയാണ് രാജേശ്വരി. ശാലിനിയെ താലി കെട്ടിയാൽ ഉറപ്പായിട്ടും എന്നെ കൊല്ലുമെന്ന് ആ കൂട്ടത്തിലുള്ള ഒരുത്തൻ അന്നേരമേ എന്നോട് പറഞ്ഞിരുന്നതാണ്. അവൻ എന്നെ ഇവിടെ കൊല്ലാൻ വേണ്ടി തന്നെയാണ് വന്നതൊക്കെ എന്നൊക്കെ പറയുകയാണ് ബാലചന്ദ്രൻ. അതേസമയം ഒന്നും മിണ്ടാതെ നിൽക്കുന്ന വിഷ്ണുവിനോട് വീണ്ടും ശാലിനി ചോദിക്കുകയാണ്, എന്താ നിങ്ങളുടെ വായിലെ നാക്ക് വിഴുങ്ങിപ്പോയോ? ഒരിക്കൽ ഒരേ ഒരു വട്ടം നിങ്ങൾ എൻ്റെ സ്ഥാനത്ത് നിന്ന് ഒന്ന് ആലോചിച്ച് നോക്കിക്കേ, എന്നിട്ട് പറയ് ഞാൻ എന്താ ചെയ്യേണ്ടതെന്ന്. ദേഷ്യം പുറത്തു കാണിക്കാതെ പല്ല് കടിച്ചമർത്തി വിഷ്ണു ചോദിക്കുകയാണ്, അല്ല ശാലിനി, ഞാൻ എന്തു പറയണമെന്നാണ്, അല്ലെങ്കിൽ എന്തു ചെയ്യണമെന്നാണ് ശാലിനി പറയുന്നത്? ശാലിനി പരിഹസിക്കുകയാണ്, ഓഹോ, അപ്പോൾ അത് ഞാനിനി നിങ്ങൾക്ക് പറഞ്ഞു തരണമായിരിക്കും അല്ലേ? മറ്റാരും എന്നെ കല്യാണം കഴിക്കാൻ നിങ്ങൾ സമ്മതിക്കില്ലല്ലോ. അത് ദേ ഇപ്പോൾ വീണ്ടും നിങ്ങൾ തെളിയിച്ചു കഴിഞ്ഞു. ഇതോടുകൂടി ഞാൻ നിങ്ങൾക്ക് മുൻപിൽ അടിയറവ് പറയുകയാണ്. നിങ്ങൾ തന്നെ ജയിച്ചു. ഇനി നിങ്ങളുടെ ആഗ്രഹം വേണം സാധിക്കാൻ. അത്രയും പറഞ്ഞ് വിഷ്ണുവിൻ്റെ കൈ പിടിച്ച് വിവാഹവേദിയിലേക്ക് എത്തുകയാണ് ശാലിനി. അതിനുശേഷം ശാലിനി തൻ്റെ കയ്യിലിരുന്ന താലി നിവർത്തിയിട്ട് പറയുകയാണ്, ദാ കെട്ട് താലി. അത് കേട്ട് വാ പൊളിക്കുകയാണ് ശാരദാമ്മ. എന്തു ചെയ്യണമെന്നറിയാതെ ശാലിനിയെ തന്നെ ഒരു നിമിഷം നോക്കി നിൽക്കുകയാണ് വിഷ്ണു. തുടർന്ന് കാണിക്കുന്നത് വിഷ്ണുവിൻ്റെയും സുസ്മിതയുടെയും വിവാഹം നടക്കുന്ന കല്യാണവേദിയാണ്. അവിടെ പ്രീതിയും സത്യഭാമയും ഒക്കെ ആളുകളെയൊക്കെ സ്വീകരിക്കുകയും വർത്തമാനം പറയുകയും ഒക്കെ ചെയ്യുന്നു. വസുമതിയും ചിത്രയും അർജുനും സരളയും എല്ലാവരും അവിടെ തന്നെ ഉണ്ട്.
അതേസമയം വസുമതിക്കൊരു ഫോൺ വരികയാണ്. ഫോൺ എടുത്ത വസുമതി പറയുകയാണ്, അയ്യോ ഞാൻ വീട്ടിലില്ല, ഒരു കല്യാണത്തിൽ പങ്കെടുത്തുകൊണ്ടിരിക്കുകയാണ്. അത് തന്നെ, എന്ത് ചെയ്യാൻ പറ്റും? ഇന്നലെ രാവിലെ സത്യഭാമ വീട്ടിൽ വന്ന് കല്യാണ കാർഡും തന്ന് കാല് പിടിച്ചു പറഞ്ഞു. കണ്ണൊക്കെ നിറഞ്ഞുകൊണ്ട് കല്യാണത്തിന് വരണമെന്നും പറഞ്ഞ് കൈ കൂപ്പി നിൽക്കുമ്പോൾ പിന്നെ എങ്ങനെയാ വരാതിരിക്കുന്നത്? അതുകൊണ്ട് ഞാൻ വന്നു. ചെറുക്കൻ പെണ്ണിന്റെ കഴുത്തിൽ താലി കെട്ടുന്ന ആ സമയം ഞങ്ങൾ ഇറങ്ങും. ഊണ് കഴിക്കാനൊന്നും നിൽക്കില്ല. എന്നാ ശരി, വൈകിട്ട് കാണാമെന്നും പറഞ്ഞ് ഫോൺ വയ്ക്കുകയാണ് വസുമതി. പിന്നീട് ചിത്രയും പ്രീതിയും തമ്മിൽ എന്തൊക്കെയോ സംസാരിക്കുകയാണ്. പ്രീതിയോട് സംസാരിച്ചു വന്ന വസുമതിയോട് ചിത്ര പറയുകയാണ്, അമ്മേ, വിഷ്ണുവേട്ടൻ ഇതുവരെ കല്യാണ മണ്ഡപത്തിലേക്ക് എത്തിയിട്ടില്ല. ചോദിച്ചപ്പോൾ ഏതോ അമ്പലത്തിൽ തൊഴുവാൻ ഇറങ്ങിയെന്നാണ് പറഞ്ഞത്. വസുമതി പറയുകയാണ്, ഏത് അമ്പലത്തിൽ എത്ര തൊഴുതാൽ എന്താടി? അവൻ ആളൊരു ഗുണ്ടയല്ലേ. ചെയ്തു കൂട്ടിയതിൻ്റെയൊക്കെ ഫലം അനുഭവിച്ചേ പറ്റൂ. ശേഷം കാണിക്കുന്നത് വിഷ്ണുവിന്റെ മുമ്പിൽ താലിയുമായി നിൽക്കുന്ന ശാലിനിയാണ്. വീണ്ടും ശാലിനി പറയുകയാണ്, എന്നെ കെട്ടാനല്ലേ പറഞ്ഞത്? ഇതൊക്കെ കണ്ട് ദേഷ്യപ്പെട്ട് ശാരദാമ്മ ചോദിക്കുകയാണ്, മോളെ ശാലിനി, നീ എന്തൊക്കെയായി ആണ് ഈ കാണിക്കുന്നത്? ബോധം വല്ലതുമുണ്ടോ നിനക്ക്? ശാലിനി പറയുകയാണ്, ബോധമുള്ളത് കൊണ്ടാണമ്മേ ഞാനിതൊക്കെ കാണിക്കുന്നത്. എടീന്ന് ശാരദാമ്മ വിളിക്കുമ്പോൾ ശാലിനി പറയുകയാണ്, ഇയാളുടെ കയ്യിൽ നിന്നും ഒരിക്കലും എനിക്ക് മോചനമില്ല. സമാധാനത്തോടുകൂടി എന്നെ ജീവിക്കാൻ ഇയാൾ സമ്മതിക്കില്ല. എന്നാ പിന്നെ ഇയാളുടെ ആഗ്രഹം പോലെ നടക്കട്ടെ എന്നാണ് എന്റെയും തീരുമാനം. ഇയാൾ എന്നെ ഇപ്പോൾ താലി കെട്ടി വിവാഹം കഴിക്കണം. കഴിച്ചേ പറ്റൂ എന്നും പറഞ്ഞ് താലി വീണ്ടും വിഷ്ണുവിന്റെ നേരെ നീട്ടുകയാണ് ശാലിനി. അതേസമയം പുറത്ത് ബാലചന്ദ്രനോട് ഗോപാലകൃഷ്ണൻ പറയുകയാണ്, എന്റെ പൊന്നളിയ, അളിയനെ അങ്ങ് കൊന്നുകളയാൻ അളിയൻ കോഴിക്കുഞ്ഞൊന്നും അല്ലല്ലോ. ഇതെന്താ വെള്ളരിക്ക പട്ടണമാണോ? ഇത്രയും ജനങ്ങൾ കൂടി നിൽക്കുമ്പോൾ അവൻ വന്നങ്ങ് തല കൊണ്ടുപോകാൻ ഇതെന്താ വെള്ളരിക്ക പട്ടണമാണോ? അന്നേരം രാജേശ്വരി പറയുകയാണ്, എടാ, ആരും നിന്നെ കൊല്ലുകയുമില്ല, തിന്നുകയുമില്ല. മര്യാദയ്ക്ക് വന്നോ. മുഹൂർത്തത്തിന് മുമ്പ് നമുക്ക് ആ ചടങ്ങ് നടത്തിയേ പറ്റൂ. ബാലചന്ദ്രൻ പറയുകയാണ്, അയ്യോ വേണ്ട, താലി കെട്ടാനാണെങ്കിൽ ഞാനില്ല അങ്ങോട്ടത്തേക്ക്. സത്യമായിട്ടും പേടിച്ചിട്ടാ ചേച്ചി? പേടി നിന്റെ എന്നും പറഞ്ഞ് വീണ്ടും ദേഷ്യപ്പെടുകയാണ് രാജേശ്വരി. നീ ഇപ്പോ അവളെ കെട്ടിയില്ലെങ്കിൽ ഞാനായിരിക്കും നിന്നെ കൊല്ലാൻ പോകുന്നത്. സത്യമായിട്ടും ഞാൻ പറഞ്ഞതാണ്. കാര്യങ്ങൾ ഒരുവിധം ഇവിടം വരെ കൊണ്ടെത്തിച്ചപ്പോൾ പടിക്കൽ കൊണ്ടുവന്ന് കലമുടയ്ക്കാൻ ഞാൻ എന്തായാലും സമ്മതിക്കില്ല. ഈ അമ്പല നടയിലിട്ട് തന്നെ നിന്നെ ഞാൻ ചവിട്ടിക്കൊല്ലും. ചേച്ചി സീരിയസ് ആയിട്ട് പറഞ്ഞതാണോ എന്ന് ബാലചന്ദ്രൻ ചോദിക്കുമ്പോൾ ഗോപാലകൃഷ്ണൻ പറയുകയാണ്, എടാ രാജേശ്വരി പറഞ്ഞാൽ പറഞ്ഞതുപോലെ ചെയ്യുമെന്ന് നിനക്കറിയാമല്ലോ. സത്യമെന്ന് വീണ്ടും ചോദിക്കുകയാണ് ബാലചന്ദ്രൻ. വീണ്ടും താലി കാട്ടിയിട്ട് ശാലിനി പറയുകയാണ്, ഇയാളോട് എന്നെ കെട്ടാനാണ് പറഞ്ഞത്. വിഷ്ണു ചോദിക്കുകയാണ്, ശാലിനി താൻ എന്തായി ചെയ്യുന്നതെന്ന് എന്ന് പറയുമ്പോൾ ശാലിനി പറയുകയാണ്, അതെനിക്ക് നല്ല ബോധമുണ്ട് സാർ. എനിക്ക് നിങ്ങളെ ഇഷ്ടമാണോ ഇല്ലയോ എന്നുള്ളതൊന്നും ഇവിടെ കാര്യമില്ല. നിങ്ങളുടെ ഇഷ്ടങ്ങളും ആഗ്രഹങ്ങളും നടന്നു തരാൻ ഞാൻ ചെയ്തു തരുന്ന ഒരു സൗജന്യം. എന്നോട് നിങ്ങൾ ചെയ്ത പാപങ്ങൾക്കുള്ള ഒരു പ്രായശ്ചിത്തം. അതിനാണ് ഈ കല്യാണം. അത് നടന്നേ പറ്റൂ എന്നും പറഞ്ഞ് താലി വീണ്ടും നീട്ടുകയാണ് ശാലിനി. ഒരു നിമിഷം തിരിഞ്ഞു നിന്ന് ആലോചിക്കുകയാണ് വിഷ്ണു. തുടർന്ന് കാണിക്കുന്നത് സുസ്മിതയുടെ കല്യാണവേദിയാണ്. അവിടെ അർജുന്റെ അടുത്തെത്തി പ്രീതി ചോദിക്കുകയാണ്, വലിയ തിരക്കാണല്ലോ, അങ്ങനെ ഒഴിഞ്ഞു പോകാൻ പറ്റുമോ? എൻ്റെ ഒരേ ഒരു അളിയൻ്റെ ഒരേ ഒരു കല്യാണമല്ലേ. അല്ല, നീ സത്യഭാമയുടെ തടവിൽ നിന്നും പുറത്തു കടന്നോ, അതോ പിന്നാലെ വരുമോ ആള്? എന്നോട് മിണ്ടരുതെന്ന് പറയാനായിട്ട്. അന്നേരം പ്രീതി പറയുകയാണ്, രണ്ടമ്മമാരുടെയും പെർമിഷനോടുകൂടി ഇങ്ങനെ ഒരവസരം വല്ലപ്പോഴുമല്ലേ കിട്ടുകയുള്ളൂ. അന്നേരം അർജുൻ പറയുകയാണ്, എനിക്ക് തോന്നുന്നത് ഈ ഒരു കല്യാണത്തോടു കൂടി നമ്മുടെ റൂട്ട് ക്ലിയർ ആകുമെന്നാണ്. അതെ, ക്ലിയർ ആയേ പറ്റൂ, അല്ലെങ്കിൽ പെട്ടുപോകും നമ്മൾ എന്ന് പറഞ്ഞ് ചിരിക്കുകയാണ് പ്രീതി. പിന്നീട് രണ്ടുപേരും ചേർന്ന് വരുന്ന ആളുകളെയൊക്കെ സ്വീകരിക്കുകയാണ്. പിന്നീട് തിരുമേനി രമണൻ പിള്ളയോട് പറയുകയാണ്, വരനെ വിളിച്ചോളൂ. അന്നേരം സത്യഭാമയുടെ അടുക്കലെത്തി രമണൻ പിള്ള ചോദിക്കുകയാണ്, മോൻ എത്താറായില്ലേ സത്യാമ്മേ? മുഹൂർത്തം ആകാറായല്ലോ. സത്യഭാമ കരുതുകയാണ്, അമ്പലത്തിൽ കയറി ഒന്ന് തൊഴുതിട്ട് വരാൻ ഇത്രയും നേരമോ? ഇവൻ ഇതെവിടെ പോയി എന്നൊക്കെ ചിന്തിക്കുകയാണ് സത്യഭാമ. അന്നേരം സരളയും വന്ന് ചോദിക്കുകയാണ്, ഭാമേ, വിഷ്ണു വന്നില്ലല്ലോ. ചിരിയൊക്കെ വരുത്തി സത്യഭാമ ടെൻഷൻ ഒതുക്കി പറയുകയാണ്, ടെൻഷൻ ആകേണ്ട, അവൻ എത്തിക്കോളും. ടെൻഷനൊന്നുമില്ല. അങ്ങനെയാണെങ്കിൽ മോളെ വിളിച്ചിറക്കി ബന്ധുക്കളുടെയൊക്കെ അനുഗ്രഹം വാങ്ങിക്കട്ടെ, എന്താന്ന് ചോദിക്കുകയാണ് സരള. അതിനെന്താ, ധൈര്യമായിട്ട് വിളിച്ചോ. എൻ്റെ മരുമോൾ ആരാണെന്ന് നാട്ടുകാരൊക്കെ ഒന്ന് കാണട്ടെ എന്ന് പറയുകയാണ് സത്യഭാമ. അന്നേരം ആലോചിച്ചു നിൽക്കുന്ന വിഷ്ണുവിനോട് ശാലിനി പറയുകയാണ്, ശരി, ഇത്ര പ്രശ്നമാണെങ്കിൽ വേണ്ട, നിർബന്ധിക്കുന്നില്ല ഞാൻ. എനിക്ക് ഇപ്പോൾ ആരെങ്കിലുമായിട്ട് കല്യാണം നടന്നാൽ മതി. എൻ്റെ ശാരികേച്ചിക്ക് വേണ്ടി ഞാനത് ചെയ്യും.
എൻ്റെ വാക്കു പാലിക്കാൻ എന്ന് പറയുകയാണ് ശാലിനി. എന്നിട്ട് സദസ്സിലേക്ക് നോക്കുകയാണ് ശാലിനി. ഒരു വരനെ തേടിയാണ് ശാലിനി സദസ്സൊക്കെ നോക്കുന്നത്. അന്നേരം ഒരു മൂലയ്ക്ക് നിൽക്കുന്ന ആ യാചകന്റെ കണ്ണിൽപ്പെടുകയാണ് ശാലിനിക്ക്. ശാലിനി യാചകനെ നോക്കുമ്പോൾ യാചകനും ശാലിനിക്ക് നേരെ നോക്കി ചിരിക്കുകയാണ്. മനസ്സിലെന്തോ ആലോചിച്ചുറപ്പിച്ച് ശാലിനി വിഷ്ണുവിനോട് പറയുകയാണ്, ശരി, നിങ്ങൾ എന്നെ ഇപ്പോൾ താലി കെട്ടിയില്ല എന്നുണ്ടെങ്കിൽ ആ നിൽക്കുന്ന ഭിക്ഷക്കാരനെ കല്യാണം കഴിക്കും ഞാൻ എന്ന് പറഞ്ഞ് ഭിക്ഷക്കാരന് നേരെ കൈ ചൂണ്ടുകയാണ് ശാലിനി. ശാലിനിയുടെ തീരുമാനം കേട്ട് എല്ലാവരും അന്തം വിടുകയാണ്. ആകെ വിഷമിച്ച് നിൽക്കുകയാണ് ശാരദാമ്മയും ശാരികയും ഒക്കെ. ശാലിനിയുടെ തീരുമാനത്തിൽ താടിക്ക് കൈകൊടുക്കുകയാണ് വിജയലക്ഷ്മി. അന്നേരം പുറത്ത് രാജേശ്വരി ബാലചന്ദ്രനോട് പറയുകയാണ്, മുഹൂർത്തം കഴിയാറായി, നീ ഒന്ന് പെട്ടെന്ന് വരുന്നുണ്ടോ? ഗോപാലകൃഷ്ണനും പറയുകയാണ്, ദേ പെട്ടെന്ന് ചെന്നില്ലെങ്കിലേ വന്നവരൊക്കെ പിരിഞ്ഞു പോകും. രാജേശ്വരി പറയുകയാണ്, പോകുന്നവരൊക്കെ അങ്ങ് പൊയ്ക്കൊള്ളട്ടെ, നിറച്ചുണ്ടിട്ട് കുറ്റം പറഞ്ഞിട്ട് പോകില്ലല്ലോ. നമുക്ക് ചിലവും കുറഞ്ഞു കിട്ടും. പെണ്ണും ബന്ധുക്കളും മാത്രം മതി ഈ കല്യാണത്തിന്. വാ ഇങ്ങോട്ട്, എടാ വാടാ ഇങ്ങോട്ടെന്നും പറഞ്ഞ് ബാലചന്ദ്രന്റെ കൈ പിടിച്ച് വലിച്ചുകൊണ്ട് പോവുകയാണ് രാജേശ്വരി. ഇപ്പോൾ ഈ നിമിഷം ഞാൻ ആ ഭിക്ഷക്കാരനെ കല്യാണം കഴിക്കുമെന്ന് വിഷ്ണുവിനോട് പറയുകയാണ് ശാലിനി. എന്നിട്ട് ശാരദാമ്മയോടും ശാരികയോടും ഒക്കെ പറയുകയാണ്, ആരും തടയാൻ വരരുത്, നിൽക്കില്ല ഞാൻ. ഇത് ശാലിനിയുടെ തീരുമാനമാണ്. ശരിയെന്ന് പറഞ്ഞ് ഭിക്ഷക്കാരന്റെ അടുത്തേക്ക് താലിയുമായി പോവുകയാണ് ശാലിനി. ശാലിനി നടന്നു പോകുന്നത് കണ്ട് പെട്ടെന്ന് വിഷ്ണു വിളിക്കുകയാണ്, ശാലിനി നിൽക്ക്. അന്നേരം പതിയെ നടക്കുന്ന ബാലചന്ദ്രനോട് ഗോപാലകൃഷ്ണൻ പറയുകയാണ്, എടാ ഒന്ന് പെട്ടെന്ന് നടക്ക്, നിന്റെ കാലിന് കോച്ചുവാദമൊന്നും ഇല്ലല്ലോ. അന്നേരം ബാലചന്ദ്രൻ ചോദിക്കുകയാണ്, പെട്ടെന്ന് നടന്നിട്ട് അവിടെ എന്താ ബിരിയാണി കൊടുക്കുന്നുണ്ടോ? രാജേശ്വരി ദേഷ്യപ്പെടുകയാണ്, റാസ്കൽ, എല്ലാം കുളമാക്കിയിട്ട് നിന്ന് നിഷേധം പറയുന്നോ? ഇന്ന് ശാലിനിയുമായിട്ടുള്ള കല്യാണം നടന്നില്ലെങ്കിൽ നിന്നെ ഞാൻ വെട്ടി ബിരിയാണിയാക്കും, നോക്കിക്കോ. അതേസമയം അകത്ത് ശാലിനിയുടെ കയ്യിൽ നിന്നും താലിമാല വാങ്ങുകയാണ് വിഷ്ണു. ഇത് കണ്ട് സന്തോഷിക്കുകയാണ് ദാസനും കമലനും. അന്നേരം ഗോപാലകൃഷ്ണൻ ബാലചന്ദ്രനോട് പറയുകയാണ്, ഒന്ന് വേഗം നടക്കടാ, അവിടെ ആരും പോയിട്ടില്ലെന്ന് തോന്നുന്നു. ഞാൻ വരുവല്ലേ അളിയാന്ന് പേടിച്ച സ്വരത്തിൽ പറയുകയാണ് ബാലചന്ദ്രൻ. വിഷ്ണു താലി കെട്ടാനായി ഒരുങ്ങുമ്പോൾ കെട്ടിമേളം എന്ന് പറയുകയാണ് സന്തോഷത്തോടുകൂടി ദാസനും കമലനും. അന്നേരം ശാലിനിയുടെ കഴുത്തിൽ താലി കെട്ടുകയാണ് വിഷ്ണു. ബാലചന്ദ്രനെയും കൊണ്ട് ഗോപാലകൃഷ്ണനും രാജേശ്വരിയും എത്തുമ്പോഴേക്കും കല്യാണം നടന്നു കഴിഞ്ഞിരുന്നു. ഇതൊക്കെ കണ്ട് സന്തോഷിച്ച് വേദിയിലേക്ക് ഓടിപ്പോയി ഹാരമെടുത്തു കൊണ്ടുവന്ന് വിഷ്ണുവിന് കൊടുക്കുകയാണ് കമലൻ. തുടർന്ന് ഇരുവരും ഹാരവും ഇടുന്നു. ഇതൊക്കെ കണ്ട് സന്തോഷിച്ചു നിൽക്കുകയാണ് ദാസനും കമലനും. പക്ഷേ രാജേശ്വരി ആകെ ദേഷ്യപ്പെട്ട് തന്നെ നിൽക്കുകയാണ്. ശാലിനിയുടെ കഴുത്തിൽ ഹാരമിടുമ്പോൾ വിഷ്ണു അന്ന് അമ്പലത്തിൽ വെച്ച് ശാലിനിയെ ചൂണ്ടി ഇത് തന്നെയാണ് തൻ്റെ പെണ്ണെന്ന് പറഞ്ഞ കാര്യങ്ങളൊക്കെ അങ്ങ് ഓർക്കുകയാണ്. പിന്നീട് കാണിക്കുന്നത് സുസ്മിതയുടെ വിവാഹവേദിയാണ്. അച്ഛൻ കൈപിടിച്ച് സുസ്മിതയെ വിവാഹവേദിയിലേക്ക് കൊണ്ടുവരികയാണ്. അതേസമയം വിഷ്ണുവിൻ്റെ കൈ പിടിച്ച് ശാരദാമ്മയുടെ അടുക്കലേക്ക് ചെന്ന് ശാലിനി പറയുകയാണ്, എൻ്റെ കല്യാണം കഴിഞ്ഞമ്മേ, ആശീർവദിച്ച് അനുഗ്രഹിക്കണം. എന്തു ചെയ്യണമെന്നറിയാതെ ശാലിനിയെ തന്നെ നോക്കി നിൽക്കുകയാണ് ശാരദാമ്മ. ഇത്രയുമാണ് നാളത്തെ പുതിയ എപ്പിസോഡ് വിശേഷങ്ങൾ. ഓക്കെ, താങ്ക് യു.